പിന്നെ കോൺഗ്രസ് ഐ എന്ന് പറഞ്ഞ പാർട്ടി വന്നു. ഐ എന്ന് വെച്ചാൽ ഇന്ദിര എന്നുള്ള അർത്ഥം മാത്രമല്ല, ഐ എന്ന് വെച്ചാൽ ഞാൻ, കോൺഗ്രസ് ഞാനാണ് കോൺഗ്രസ് എന്ന ഒരു നിലയിലേക്ക് പോയി 1980. അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഏകഛത്രാധിപത്യം പൂർവാധികം ശക്തമായി. ഇന്ദിരാഗാന്ധി പറയുന്നത് മാത്രമാണ് ശരി, ഇന്ദിരാഗാന്ധി പറയാത്തത് ഒന്നും ശരിയല്ല എന്ന നിലയിലേക്ക് പോയ കുറേ സ്തുതി ഗായകർ മാത്രമായി. പിന്നീട് അതിൽ തന്നെയുള്ള മൂപ്പന്മാരെ ഇന്ദിരാഗാന്ധി സ്വന്തം നിലയ്ക്ക് വെട്ടി. അങ്ങനെ വെട്ടിപ്പോയ ആളുകളുണ്ട്. ദേവരാജ് അറസ്, അത് കഴിഞ്ഞ് ചെന്നറെഡ്ഡി, അങ്ങനെ ഒരുപാട് പേര് വെടി, എച്ച് എൻ ബഹുഗുണ ഒക്കെ പോയി. അതും കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിൽ രാജീവ് ഗാന്ധി വന്നു. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ പ്രായോഗിക പരിചയം വളരെ കുറവായിരുന്നു. ചെറുപ്പക്കാരനായിരുന്നു, സുന്ദരനായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് പുള്ളിക്ക് ഭരണരംഗത്ത് പരിചയം കുറവായിരുന്നു, പാർട്ടി പ്രവർത്തന രംഗത്ത് പരിചയം കുറവായിരുന്നു. അദ്ദേഹം കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നപ്പോഴത്തേക്കും ഭരണം നഷ്ടപ്പെട്ടു. ഭരണം പിടിച്ചെടുക്കാമെന്ന ഘട്ടം വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് അകാല നിര്യാണമുണ്ടായി. അതിനുശേഷം അവ്യവസ്ഥിതി വർദ്ധിച്ചു. അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ശരത് പവാർ വന്നിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രം മാറിപ്പോയത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അന്ന് നരസിംഹറാവുമാണ് വന്നത്. പുള്ളിയുടെ സമയത്തുണ്ടായ പ്രശ്നങ്ങൾ, ന്യൂനപക്ഷ സമുദായങ്ങൾ പോലും കോൺഗ്രസിനെ കൈവിട്ടു. ഭൂരിപക്ഷ സമുദായങ്ങൾ അതിന് മുമ്പ് പോയി. ജാതി രാഷ്ട്രീയത്തിന് കിട്ടിയ പ്രാമുഖ്യം, അങ്ങനെ നരസിംഹത്തിൻ്റെ ഭരണം കഴിഞ്ഞപ്പോഴത്തേക്കും കോൺഗ്രസ് പിന്നെ ഏതാണ്ട് ഓക്സിജൻ ചേമ്പറിലായി.